ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദിവസത്തിൽ കടന്നു വരുവാൻ കർത്താവ് ഒരുക്കുന്ന എല്ലാ അവസരങ്ങൾക്കായും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ചെയ്തായിട്ട് വേഗത്തിൽ. നമുക്ക് ഫസ്റ്റ് വിജയ് പാസ്റ്ററെ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ശാരീരികമായിട്ട് അല്പം പ്രയാസമാണെന്ന് കേൾക്കാനിടയായല്ലോ. ഒന്ന് പ്രാർത്ഥിച്ച എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഒരു വലിയ ദൈവ സാന്നിധ്യം ഇപ്പോൾ ആ പൈതലിൻ്റെ മേൽ ചലിക്കട്ടെ. താങ്ക് യു ജീസസ്. ഒരുമിച്ച് പ്രാർത്ഥിക്കരുത്. നമ്മുടെ ദൈവത്തിൻ്റെ ദാസൻ എല്ലാ ദിവസവും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ്, ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ, ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ ദൈവ സാന്നിധ്യം ആ പൈതലിൻ്റെ മേൽ വെളിപ്പെടേണ്ടതിന്, കർത്താവിൻ്റെ കൃപ ആ പൈതലിൻ്റെ മേൽ വെക്കേണ്ടതിന് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവ സാന്നിധ്യം ഇപ്പോൾ ആ തലമുറയുടെ മേൽ തൊടണമേ. അസാധാരണമായ അനുഗ്രഹത്തിൻ്റെ അകത്ത് കർത്താവ് ആ തലമുറ നിർത്തണമേ. വിശേഷിച്ച് ഇപ്പോൾ അനുഭവിക്കുന്ന ആ ശാരീരിക പ്രതിസന്ധിയുടെ മേൽ ദൈവത്തിൻ്റെ ഒരു കരം വെക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. അത് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. സുജി ആൻറ്റി യാത്രയിലാണ്, മീറ്റിങ്ങിൽ എത്തിയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബൈബിൾ വായിക്കാൻ ആരെങ്കിലും, ജോസഫച്ചാനെ ഞാൻ കോഹോസ്റ്റ് ആക്കാം, ഒന്ന് വായിച്ചു തരണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, അല്പം വൈകിയാണ് കയറിയത്. കാരണം മറ്റൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞ് ഉടനെ ഈ മീറ്റിങ്ങിലേക്ക് വരികയായിരുന്നു. അതുകൊണ്ടാണ്. നിങ്ങൾ അറിയുന്നത് പോലെ ഞാൻ മറ്റൊരു രാജ്യത്താണല്ലോ. സോ ഇവിടുത്തെ മീറ്റിങ്ങുകളുടെ തിരക്കുകളും കൂടെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സമയം കണ്ടെത്തി നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വൈകുന്നേരം 9 മണിയാണ്. 9 മണി വരെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് അടുത്ത 2 മിനിറ്റിനകത്ത് പെട്ടെന്ന് ഈ മീറ്റിങ്ങിലേക്ക് കയറിയതാണ്. സ്തോത്രം. അതുകൊണ്ടാണ് നേരത്തെ കയറാൻ കഴിയാഞ്ഞത്. എന്നാലും എനിക്ക് ഒരു കാര്യം അറിയാം. ഞാൻ വരുന്നത് വരെയും അനു ആ മീറ്റിംഗ് മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം. അതിനേക്കാളുപരി ഇനി അഥവാ ഞാൻ വന്നില്ലെങ്കിൽ അനു പ്രസംഗിക്കാനും തയ്യാറായിട്ടാണ് ഓരോ ദിവസങ്ങളും കയറുന്നത്. അതും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വിജയ് പാസ്റ്ററോടൊക്കെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഒട്ടും സമയം കളയാതെ നമുക്കൊരുമിച്ച് ചിന്തയിലേക്ക് കടക്കാം. ക്യാമറ ഓൺ ചെയ്യാനുള്ളവരെല്ലാം ഒന്ന് ക്യാമറ ഓൺ ചെയ്തേ. ക്യാമറ ഓൺ ചെയ്യാത്ത ഒത്തിരി പേരുണ്ടല്ലോ. സ്തോത്രം. സാധാരണ നമ്മുടെ മീറ്റിങ്ങുകളുടെ പ്രത്യേകത എല്ലാവരും ക്യാമറ ഓൺ ചെയ്യുന്നവരാണെന്നുള്ളതാണ്. അത് നിങ്ങളുടെയൊക്കെ മുഖം കാണുമ്പോൾ ഉണ്ടല്ലോ പ്രസംഗിക്കാൻ തോന്നും. അതതിൻ്റെ അകത്ത് വലിയൊരു രഹസ്യം. പല സ്ഥലത്തു നിന്നുള്ള മുഖങ്ങളല്ലേ. അമേരിക്കയിൽ നിന്നുള്ള മുഖമുണ്ട്, സിംഗപ്പൂരിൽ നിന്നുള്ള മുഖമുണ്ട്, UAE എന്നുള്ള മുഖമുണ്ട്, എറണാകുളത്തു നിന്നുള്ള മുഖമുണ്ട്. ഏതെല്ലാം തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള മുഖങ്ങളാണ്. പത്തനാപുരംകാരിനും പിണങ്ങല്ലേ, പത്തനാപുരത്തു നിന്ന് മുഖമുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തു നിന്നുള്ള മുഖങ്ങൾ ഉണ്ട്. നമ്മുടെ അഡ്വക്കേറ്റ് ബിനുച്ചാനാണെങ്കിൽ വണ്ടി ഓടിക്കുവാണ് ഒരു സൈഡിൽ നമുക്ക് തോന്നുന്നു. പക്ഷേ അങ്ങേ സൈഡിൽ പുറകെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് വീടിൻ്റെ മുറിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നൊരു പിടിയും കിട്ടുന്നില്ല. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കായിട്ടും കർത്താവിന് സ്തോത്രം. ജോബിച്ചാൻ കാഞ്ഞിരപ്പള്ളി നിന്നുകൊണ്ട് എല്ലാവരെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഒട്ടും സമയം കളയാതെ നമുക്ക് വേദഭാഗത്തേക്ക് കടക്കാം. ആധാരമായി നമ്മൾ തുടർച്ചയായി പഠിച്ചു വരുന്നത് യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളാണ്. സോ 29ാമത്തെ അത്ഭുതത്തിലേക്ക് നമുക്ക് കടക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ അത്ഭുതം കിടക്കുന്നത്. 2-3 വാക്യമെങ്കിലും ഒന്ന് വായിച്ചു തരാൻ പറ്റുമെങ്കിൽ, മൊത്തം കൂടി ഞാൻ അച്ഛനെ വായിപ്പിച്ച് പ്രയാസപ്പെടുത്തത്തില്ല. 13-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിലൊന്ന് വായിച്ചാട്ടെ. അപ്പോൾ തന്നെ നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ സ്നേഹിതരെയൊക്കെ പെട്ടെന്ന് ഈ ലിങ്കൊക്കെ അയച്ചു കൊടുത്ത് ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ പറയണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ ലിങ്ക് ഇടും. അതെല്ലാവർക്കും അയച്ചു കൊടുത്ത് അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അതും ഒരു മിനിസ്ട്രി ആയിട്ട് കാണുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വായിച്ചാട്ടെ. ജോസഫച്ചായ വായിച്ചേ, പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്ത് വേഗത്തിൽ വായിച്ചേ. ജോസഫച്ചായനോ സുനിൽ സിസ്റ്ററോ ആരാണോ വായിക്കുന്നത് പെട്ടെന്ന് വായിച്ചാട്ടെ.
ലൂക്കോസാണ് മാസ്റ്റർ. ആ കൊള്ളാം. ലൂക്കോസ് 13:10 മുതൽ താഴോട്ട്. എടുത്തവർ വായിച്ചോ. ഒരു ശബ്ബത്തിൽ അവൻ പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. മതി. ശ്രദ്ധിച്ചേ, ഇവിടെ ഹീലിംഗ് ദ ക്രിപ്പിൾഡ് വുമൻ എന്ന ഭാഗം ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഒരു ഹെഡിങ് ഇട്ടായിരുന്നു. എത്ര പേര് വായിച്ചായിരുന്നു? ഫ്രം ബെൻഡ് ടു ബ്ലെസ്സഡ്. ആരെങ്കിലുമൊക്കെ വായിച്ചായിരുന്നു? എന്നും ഇടുന്നതായതുകൊണ്ടൊന്നും എല്ലാം ഒന്നും വായിക്കാനൊന്നും സമയം കിട്ടത്തില്ലല്ലേ? സ്തോത്രം. എല്ലാ ദിവസവും നമ്മൾ വായിക്കുകയല്ലേ, എല്ലാ ദിവസവും നമ്മൾ ഇടുമല്ലേ അല്ലേ? ഓക്കെ. ഫ്രം ബെൻഡ് ടു ബ്ലെസ്സഡ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, വളഞ്ഞ് ഒടിഞ്ഞ് തിരിഞ്ഞിരുന്ന ഒരെണ്ണം അനുഗ്രഹിക്കപ്പെട്ടു നൂന്നെന്ന്. എല്ലാവരും ഒന്ന് ആമേൻ പറഞ്ഞേ. വേഗത്തിൽ എല്ലാവരും ആമേൻ പറഞ്ഞേ. ഞാൻ നിങ്ങളോടൊരു കാര്യം ദൂത് പറഞ്ഞു തുടങ്ങാം. വളഞ്ഞിരിക്കുന്ന ചിലത് നേരെയാകുമെന്ന്. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഓതി 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 ഓൻ കിറിഞ്ചി 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 എന്നുള്ള പറച്ചിൽ ഇനിയില്ല. ചിലതൊക്കെ ഇന്ന് നേരെയാകും. വിശ്വാസത്തോടെ പറ, ചിലത് നേരെയാകുമെന്ന്. പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ സന്ദേശം കൈമാറുന്നു. ദീർഘനാളുകളായി വളഞ്ഞിരിക്കുന്ന ചിലത് നേരെയാകട്ടെ. ജീസസ്. ദീർഘനാളുകളായി വളഞ്ഞിരിക്കുന്ന ചിലത് നേരെയാകട്ടെ എന്നൊന്ന് പറഞ്ഞേ. ഇന്ന് ഇവിടെ ചൊവ്വാഴ്ചയാണ്, അവിടെ ബുധനാഴ്ചയല്ലയോ വിജയ് പാസ്റ്ററെ? തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമല്ലേ ഇന്ന്? ഉപവാസമാണല്ലോ മിക്കവാറുള്ള ആൾക്കാരെല്ലാം അല്ലേ? ഒരു ദിവസം ഒരാൾ പറഞ്ഞു, പാസ്റ്റർ സാർ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല, മിക്കവാറും ഉപവാസമാണ്, അതുകൊണ്ട് ബുധനാഴ്ച കുഴപ്പമില്ലെന്ന്. പക്ഷേ ബുധനാഴ്ച തലമുറകൾക്ക് വേണ്ടി ഉപവസിക്കാമെന്ന് പറഞ്ഞതിന് ശേഷം പുള്ളി എങ്ങനെയെങ്കിലും രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പല്ല് തേക്കുമ്പോഴേ ഒരു അച്ചപ്പം കഴിക്കും. അങ്ങനെ ഓരോ നേരം ആഹാരം കഴിച്ചുകൊണ്ട് ഉപവസിക്കുന്നവരുണ്ടോ? 130ഓളം കുടുംബങ്ങൾ ഒരുമിച്ച് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുകയല്ലേ ഇപ്പോൾ? ഞാൻ നിങ്ങളോട് പറയാം, ചില തലമുറകൾ നുവരും. ജീസസ്. ഒന്ന് പ്രാർത്ഥിച്ചോ. പ്രസംഗത്തിലേക്ക് നമ്മൾ കയറുന്നതിന് മുമ്പ് തന്നെ ചില തലമുറകൾ നുവർന്നു വരുമെന്നൊന്ന് പറ. ഓക്കെ, അടുത്ത ഭാഗം നമുക്കിങ്ങനെ ചിന്തിച്ച് പോകാം. 18 വർഷം നുവരാൻ കഴിയാതിരുന്ന ഒരു സഹോദരിയെ ജീസസ് മെറ്റ് ഇൻ ദ സിനഗോഗ് ഓൺ എ സബത്ത്. ഈ അത്ഭുതം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത് യേശുക്രിസ്തുവിന് ശരീരത്തെ സൗഖ്യമാക്കാൻ പറ്റും. അത് മാത്രമല്ല, വർഷങ്ങളായി നുവരാൻ കഴിയാതിരുന്ന ചിലതിനെ നുവർത്താനും യേശുവിന് കഴിയും എന്നുള്ളതാണ് ഈ അത്ഭുതം നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്ന ഒരു സത്യം. ആമേൻ പറഞ്ഞേ. ഒന്നാമത്തെ ചിന്ത, ലോങ് ടേം പ്രോബ്ലംസ് ആർ നോട്ട് ബിയോണ്ട് ഗോഡ്സ് പവർ. ഈ സഹോദരി 18 വർഷമായിട്ട് ഈ പ്രയാസം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ, ടൈം മേ ലിമിറ്റ് പീപ്പിൾ. മനുഷ്യരെ ഒരു പക്ഷെ തടയാൻ സമയത്തിന് കഴിഞ്ഞെന്ന് വരാം.
ബട്ട് ഇറ്റ് നെവർ ലിമിറ്റ്സ് ദ പവർ ഓഫ് ഗോഡ്. പക്ഷേ ദൈർഘ്യത്തിന് ദൈവശക്തിയെ തടയാൻ പറ്റില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വാ തുറന്ന് പറ, എത്ര പഴക്കം ചെന്നതിനെയും എൻ്റെ യേശുവിന് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ആമേൻ, 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 ആമേൻ. എത്ര പഴക്കം ചെന്നതിനെയും എൻ്റെ യേശുവിന് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞു ആ വിഷയത്തിൽ. What has bound you for years can be broken in one moment. In a moment. നിന്നെ സംവത്സരങ്ങളായി കെട്ടിവെച്ചതിനെ ഒരു നിമിഷം കൊണ്ടഴിക്കാൻ എൻ്റെ യേശുവിന് പറ്റും. സംവത്സരങ്ങളായി കെട്ടിവെച്ച തലമുറകളെ ഒരു നിമിഷം കൊണ്ടഴിക്കാൻ എൻ്റെ യേശുവിന് പറ്റും. സംവത്സരങ്ങളായി കെട്ടിവെച്ച ചില അമ്മമാരെ ഒരു നിമിഷം കൊണ്ടഴിക്കാൻ എൻ്റെ യേശുവിന് പറ്റും. ജീസസ്, ഞാൻ വിശ്വാസത്തോടെ ചിലതിനെ നോക്കി ദൂത് കൈമാറുന്നു. ദീർഘ സംവത്സരങ്ങളിലെ ചില കെട്ടുകളെ എൻ്റെ യേശു അഴിച്ചുവിടും. 2, 3, 4, 5, 6, 7, 8, 9, 10 വർഷങ്ങളാക്കിയുള്ള നിന്റെ കണ്ണുനീരുകളെ ഇന്നു പകലത്തെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മിനിറ്റ് കൊണ്ട് അഴിച്ചു കളയാൻ എൻ്റെ യേശു തയ്യാറാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ മറ്റൊന്നും നോക്കാതെ കരം അടിച്ച് കർത്താവിന് നന്ദി പറ. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്തെ ചിന്ത, വർഷങ്ങളുടെ ദൈർഘ്യം എൻ്റെ ദൈവത്തിന് വിഷയമല്ല. ഒന്ന് പറഞ്ഞേ, വർഷങ്ങളുടെ ദൈർഘ്യം എൻ്റെ ദൈവത്തിന് വിഷയമല്ല. സന്തോഷമുണ്ടോ? രണ്ടാമത്തെ ചിന്ത, 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആ 12-ാം വാക്യത്തിൽ യേശു അവളെ നോക്കി, അല്ലേ? ജോസഫച്ചാൻ മുമ്പ് ഞാൻ എടുത്തു വെച്ചതാണല്ലോ. ജോസഫച്ചാൻ വായിക്കുന്നതിന് മുമ്പ് ചെറുപ്പക്കാർ ചിലരുടെ അടുത്ത് വായിച്ചു. അച്ഛൻ ഒന്ന് 12-ാം വാക്യം ഒന്ന് വായിച്ചു. ചെറുപ്പക്കാരെന്ന് പറഞ്ഞപ്പോൾ നിമ്മിയാൻ്റിക്ക് സന്തോഷമായില്ലേ? അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. വായിച്ചു ജോസഫച്ചായ 12-ാം വാക്യം. യേശു അവളെ കണ്ടു, മതി, അടുക്കെ വിളിച്ചു, മതി. സ്ത്രീയെ. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. അവൾ യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടിപ്പോയി സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചില്ല മിനിസ്റ്ററെ. മേഴ്സിയാൻറ്റി, അവൾ അങ്ങോട്ട്, നമ്മൾ അങ്ങനെയല്ലേ സാധാരണ ചെയ്യുന്നേ? ഞാനൊരു വിഷയമുണ്ട് പ്രാർത്ഥിക്കാൻ അങ്ങോട്ടായിരുന്നു. ഇവിടെ യേശുവിൻ്റെ അടുക്കിലേക്ക് അവൾ ഓടിച്ചെന്നില്ല. ഒന്ന് പറഞ്ഞേ, ഓടി ചെന്നില്ല. ഇനി അടുത്തത്, ഇവള് കൂനിയല്ലേ നിൽക്കുന്നത്? ഒന്ന് നേരെ നിവർന്ന് യേശുവിനെ നോക്കാനുള്ള കെൽപ്പ് ഈ പാവം പിടിച്ചു നോക്കില്ല. 3, തല ഉയർത്തി നടക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ തല താഴ്ത്തി നടക്കുന്ന ഇവളെ ആര് കാണാനാ? ആ വാക്കിൻ്റെ അർത്ഥം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുന്നുണ്ടോ? ഞാനിരിക്കുന്ന ഭവനത്തിലെ ജയാൻറ്റി ഈ മെസ്സേജ് കാണുന്നുണ്ടെങ്കിൽ ഞാനൊരു മെസ്സേജ് ജയാൻറ്റിക്ക് ഇട്ടിട്ടുണ്ട് വാട്സാപ്പിൽ. അതൊന്ന് നോക്കണമെന്ന് ദയവായി അപേക്ഷിക്കുന്നു. കാരണം
ആ മെസ്സേജ് ഇപ്പം നോക്കിയില്ലെങ്കിൽ അടുത്ത 3-4 മിനിറ്റിനകത്ത് ചിലപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് ഓഫ് ആകാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചേ, തല ഉയർത്തി നടക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ നടുവിൽ തല താഴ്ത്തി നടക്കുന്ന ഇവളെ ആര് കാണാനാ നെൽസൺ ബ്രദറെ? പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി. തല താഴ്ത്തി നടക്കുന്ന ഇവളെ ആരും കണ്ടില്ലേലും കാണണ്ടവൻ അവളെ കണ്ടു. ഒരു ഹല്ലേലൂയ പറയണേ, ഒരു ഹല്ലേലൂയ പറയണം. സ്തോത്രം. ഒരുമിച്ച് ഒന്നാമേം പറഞ്ഞാട്ടെ എല്ലാ ദൈവമക്കളും. എൻ്റെ ശബ്ദം കേൾക്കുന്ന ചിലതിനോട് ഞാൻ പരിശുദ്ധാത്മാവി പറയുന്നു, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ കാണേണ്ട പലരും കാണാതിരിക്കുമ്പോൾ നമ്മളെ കാണേണ്ട ഒരുവൻ നമ്മളെ കാണും. പറഞ്ഞേ, നമ്മളെ കാണേണ്ട ഒരുവൻ നമ്മളെ കാണും. യേശുവിൻ്റെ നാമത്തിൽ. അവൾക്കൊരു പക്ഷേ ആഗ്രഹം കാണും, ഒന്നോടി യേശുവിൻ്റെ അടുക്ക വരെ ചെന്നിട്ട്, നാഥാ, വർഷം കുറയായി ഞാനിങ്ങനെ കൂനി നടക്കാൻ തുടങ്ങിയിട്ട്, 18 വർഷമായിട്ട് അപ്പാ ഞാനൊന്ന് തലപൊക്കിയിട്ടില്ല, എന്നെ ഒന്ന് കടാക്ഷിക്കണേ, എന്നെ ഒന്ന് സൗഖ്യമാക്കണേ എന്ന് പറയാൻ അവൾക്ക് ആഗ്രഹം കാണും. പക്ഷെ സമൂഹത്തിലെല്ലാവരും തല ഉയർത്തി നടക്കുമ്പോൾ ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ അവൾക്കൊന്ന് തലപൊക്കി നോക്കാൻ അവസരമില്ലാതിരിക്കുകയാണ്. പക്ഷേ യേശു അവളെ കണ്ടു. Even when your pain goes unnoticed by others, it never escapes the eyes of Christ. നിന്റെ വേദന സമൂഹത്തിൽ ആരുടെയും കണ്ണിൽ പെടാതിരിക്കുമ്പോൾ യേശുവിൻ്റെ കണ്ണിന് നിന്റെ വേദന അപ്രാപ്യമല്ല. ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. നിന്റെ വേദന പല കണ്ണുകൾക്കും കാണാൻ കഴിയാതിരിക്കുമ്പോൾ യേശുവിൻ്റെ കണ്ണിന് നിന്റെ വേദന തിരിച്ചറിയാൻ പറ്റും. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഒരു ദൂത് പറയാം. 140ഓളം കുടുംബങ്ങൾ ഈ മീറ്റിങ്ങിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നല്ലോ. 136 കുടുംബങ്ങൾ. നിങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് പറയാം. നിങ്ങൾ പോലും ഇപ്പോൾ അഡ്രസ്സ് ചെയ്യാതെ കിടക്കുന്ന ചില വിഷയങ്ങളില്ലേ, പ്രാർത്ഥിക്കാതെ വിട്ടേക്കുന്ന വിഷയം. നമ്മളെ പറഞ്ഞാൽ കുറച്ച് നാൾ പ്രാർത്ഥിച്ചിട്ട് ഇനി പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് നീ വിട്ട കേസില്ലേ, കൂനി നടന്ന് നമുക്കും കംഫർട്ടബിൾ ആയില്ലേ. ഇപ്പോൾ ഇനി ഈ കൂനി നിവരത്തില്ല, ഇനി ഇങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ആയില്ലേ. പക്ഷേ യേശു ഒരു വാക്ക് പറയുന്നു, നീ പ്രാർത്ഥിച്ച് വിട്ട കേസും ഇന്നും യേശു വിട്ടിട്ടില്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് കാത്തിരിക്കാതെ എൻ്റെ യേശുനാഥൻ എഴുന്നേൽക്കുന്നു. റൈറ്റി മിൻ ഹസേഖെ മിനിയാധന. പ്രാർത്ഥിച്ചോ. ആമേൻ പറഞ്ഞു. മറ്റൊന്നും നോക്കല്ലേ. ഈ മീറ്റിംഗ് വേറെ ഒന്നും ശ്രദ്ധിക്കല്ലേ. ആമേൻ പറഞ്ഞു. യേശു നീ പ്രാർത്ഥിച്ചു വിട്ട കേസ് ജീസസ് യേശു വിട്ടിട്ടില്ല. നിനക്കാത്ത നാഴികയിൽ എൻ്റെ യേശു അത് അഡ്രസ് ചെയ്യും. റബന ഹതന ഘടകസിയ ശരഥന ഘടക ശന്തൽ ഖമനിയാദന. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ ചില വ്യക്തികളോട് ഇടപെടുന്നു.
യേശു അങ്ങോട്ട് വന്ന് നിന്നെ നോക്കും. യേശുവിൻ്റെ കണ്ണിൽ നീ പതിയും. മൂന്നാമത്തെ ചിന്ത, ഞാൻ 5 മിനിറ്റ് വൈകിയാ തുടങ്ങിയതെങ്കിലും നിങ്ങളെ 5 മിനിറ്റ് വൈകി ഞാൻ വിടത്തില്ല, കൃത്യസമയത്ത് നിർത്തും. സ്തോത്രം. മൂന്നാമത്തെ ചിന്ത, യേശു അവളുടെ അടുക്കലേക്ക് ഓടി വന്നത് അവളെ ആശ്വസിപ്പിക്കാനല്ല. Jesus came to set the bound, not merely comfort them. ഇവിടെ അടുക്കിലേക്ക് ഒത്തിരി പേര് ഓടി വന്നിട്ടുണ്ട് വിജയ് പാസ്റ്ററെ, ഒത്തിരി പേര് വന്നിട്ടുണ്ട്. വന്നവരെല്ലാം അവസ്ഥ കണ്ട് പരിതപിച്ച് മടങ്ങിപ്പോയപ്പോൾ യേശു വന്നത് സാന്ത്വനിപ്പിക്കാനല്ല. ലാസറിൻ്റെ വീട്ടിലെ പലരും, യഹൂദന്മാരെല്ലാം കരയാൻ പോയായിരുന്നു. യേശു വന്നപ്പോഴും യഹൂദന്മാർ പറഞ്ഞു കല്ലറയ്ക്ക് കരയാൻ പോവാന്ന്. യേശു കരയാൻ വന്നതുമല്ല, മെഴുകുതിരി കത്തിക്കാൻ വന്നതുമല്ല. പകരം യേശു വന്നത് നിന്നെ സാന്ത്വനിപ്പിക്കുന്ന, നിന്നെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസകന്മാരുടെ കൂട്ടത്തിൽ ഒരുവനാകാനല്ല. പകരം നിന്റെ ജീവിതത്തിലെ 18 വർഷത്തെ കെട്ടിനെ അങ്ങ് എടുത്തു കളയാനാ. കല്ലറയുടെ മുമ്പിൽ മെഴുകുതിരി കത്തിക്കാൻ വന്ന പലരുടെയും ഇടയിൽ എൻ്റെ യേശു വന്നത് നിന്നെ കല്ലറയ്ക്കെന്ന് പുറത്തു കൊണ്ടുവരാനാ. ഇന്ന് പലരും വന്നിട്ട് കല്ലറയ്ക്കകത്ത് ഞാൻ മാർബിൾ വെച്ച് തരാമെന്നും പറഞ്ഞിരിക്കുക. ആ കൂട്ടത്തിൽ യേശുവിനെ കാണണ്ട. ചേർന്നൊരു ആമേനും ഹല്ലേലൂയൊക്കെ ഒന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ 2 സ്വോത്രം കൂടുതൽ പറഞ്ഞാൽ യേശു അഹങ്കരിക്കുമെന്ന് പേടിച്ചൊന്നും ആരും ഇവിടെ ഇരിക്കണ്ട. സ്വോത്രമൊക്കെ പറഞ്ഞു. നമ്മുടെ ഈ സൂം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു സൂം മീറ്റിംഗ് അല്ല. പകരം വീട്ടിലിരുന്നതിനോട് പലരുമായിട്ടുണ്ട്, പാസ്റ്ററെ നമ്മുടെ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ചർച്ചിലിരിക്കുന്ന ഫീലാണ്. സ്വോത്രം. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ പലയിടത്തും കണ്ടു, വലിയ ടി വിക്കകത്തൊക്കെ വെച്ചാൽ അവർ ഈ സമയത്തിരുന്ന് കേൾക്കുന്നത്. സ്വോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു സ്വോത്രമൊക്കെ പറഞ്ഞേക്കണം. ആശ്വസിപ്പിക്കാൻ വന്നതല്ല, നിന്റെ കെട്ടിനെ അഴിക്കുക. അതുകൊണ്ട് യേശു പ്രഖ്യാപിച്ചത്, വുമൻ യു ആർ ലൂസ്ഡ് ഫ്രം യുവർ ഇൻഫിമിറ്റി. നിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞിരിക്കുന്നു. നിർഭാഗ്യവശാൽ we are expecting Jesus simply to help us carry our chains. നമ്മുടെ ഈ ബന്ധനം പൊക്കിക്കൊണ്ടു പോകാൻ യേശു നമ്മളെ സഹായിക്കുമെന്നും പറഞ്ഞാൽ പലരും ഇരിക്കുന്നേ. No. Jesus doesn't simply help us carry our chains, but he breaks them. അവൻ അതിനെ പൊട്ടിക്കും. ആമേൻ പറയാൻ പറ്റുന്നെങ്കിൽ. നാലാമത്തെ ചിന്ത, 4ഉം 5ഉം ചിന്ത ഒറ്റ വാക്കി പറഞ്ഞങ്ങ് വിടുക. 1, സിനഗോഗിലെ പള്ളിപ്രമാണി പ്രശ്നമുണ്ടാക്കി, സെൻട്രൽ പാസ്റ്റർ പ്രശ്നമുണ്ടാക്കി. കാരണം ഹി വാസ് അപ്സെറ്റ് ബിക്കോസ് ജീസസ് ഹീൽഡ് ഹിം ഓൺ എ സാബത്ത്. ഒരു ശബത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് എന്തായി? അപ്സെറ്റായി. Religion can criticize, but grace can celebrate. ഇവിടെ ഉണ്ടോ നിങ്ങൾ? ലീഗലിസം പഠിക്കുമ്പോഴേ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ലീഗലിസം ഓഫ്റ്റൺ വാല്യൂസ് റൂൾസ് എബവ് പീപ്പിൾ. മനുഷ്യനേക്കാൾ വലുതായി റൂളുകൾ പറഞ്ഞാൽ ലീഗലിസം മുമ്പോട്ട് പോകുന്നത്. ബട്ട് ജീസസ് ഓൾവേസ് വാല്യൂസ് people above all traditions. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മൾ വിചാരിക്കും, ജസിസ്റ്ററെ നമ്മൾ വിചാരിക്കും നമ്മൾ സൗഖ്യമാകും, നമ്മൾ നന്നാകുന്നതും എല്ലാം സന്തോഷമായിരിക്കുന്നത്.
ചിലർ എന്നും എക്സ്പെക്റ്റ് ചെയ്യണം നമ്മളെന്നും കൂനി നടക്കണമെന്നാണ്. മത്സ്യബോധരെ, ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? എല്ലാവരും നമ്മൾ നൂരുന്നത് ആഗ്രഹിക്കുന്നില്ല. ചിലർക്കെന്നും ആഗ്രഹം നമ്മൾ കൂനി നടക്കുന്ന കാണണമെന്നാണ്. പക്ഷെ അങ്ങനെയുള്ള പള്ളിപ്രമാണിമാർ ലജ്ജിക്കത്തക്ക തരത്തിൽ യേശു നിന്നെ നിവർത്തും. ചില പ്രമാണിമാർ ലജ്ജിക്കും, നീ നുവരും. 5-ാമത്തെ ചിന്ത 13-ാം വാക്യത്തിൽ, ഇമ്മീഡിയറ്റ്ലി ഷീ സ്റ്റുഡ് സ്ട്രെയിറ്റ് ആൻഡ് ഗ്ലോറിഫൈഡ് ഗോഡ്. ക്ഷണത്തിൽ അവൾ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം തൻ്റെ മക്കൾ എന്നും സ്വന്തം കാലിൽ നിവർന്നു നിൽക്കണമെന്നാണ്. The enemy had kept her bent for 18 years, but one word from Jesus accomplished what 18 years could not prevent. സഹോദരങ്ങളെ, 18 വർഷം നിന്നെ ഒടിച്ചു മടക്കി ഒതുക്കി വെച്ചത് ഒറ്റ ദിവസം കൊണ്ട് കർത്താവ് പൊളിച്ച് കൈ കൊടുത്തു. എന്നിട്ട് അവക്കൊരു ഐഡൻറ്റിറ്റി കൊടുത്തു. 16-ാം വാക്യത്തിൽ അബ്രഹാമിൻ്റെ പുത്രിയെ എന്നാ വിളിക്കുന്നത്, ഡോട്ടർ ഓഫ് അബ്രഹാം. He was not restoring only her body, but her identity and dignity. ഒരു വാക്കൂടെ പറയണേ, പാപം നിമിത്തം വളഞ്ഞുപോയെന്ന് പറഞ്ഞവൻ്റെ മുമ്പിൽ യേശു ഇവളെ കൊണ്ടുവന്ന് അബ്രഹാമിൻ്റെ വീട്ടിൽ കയറ്റി. ഒരു ഹല്ലേലൂയ പറയണേ. ഹല്ലേലൂയ. ജീസസ് വിൽ റിസ്റ്റോർ യുവർ ഐഡന്റിറ്റി. എൻ്റെ യേശു നിന്റെ വ്യക്തിത്വത്തെ ഉറപ്പിക്കും. 18 വർഷം നീ തല താഴ്ത്തി നടന്ന സമൂഹത്തിൽ നീയും നിന്റെ തലമുറയും തല ഉയർത്തി നടക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നല്ല സമയത്തിന് നന്ദി. ഞങ്ങൾ ബുധനാഴ്ച ദിവസം തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണല്ലോ അപ്പാ. തലമുറകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ ഈ മീറ്റിങ്ങിലുള്ള 140ഓളം കുടുംബങ്ങൾക്കകത്ത് അവരുടെ തലമുറകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അസാധാരണ ഒരു അത്ഭുതം തലമുറകളുടെ മേലുണ്ടാകട്ടെ, മാതാപിതാക്കളുടെ മേലുണ്ടാകട്ടെ. വിശേഷിച്ച് ഞങ്ങൾ കേട്ടതുപോലെ സമൂഹത്തിൽ ഞങ്ങളൊന്ന് നിവർത്തണമേ. വർഷങ്ങളുടെ പഴക്കമുള്ള ചില പ്രശ്നങ്ങളെ യേശു ഹാൻഡിൽ ചെയ്യണമേ. അങ്ങനെ ചെയ്തിരിക്കാൻ നന്ദി. അത് യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് പ്രാർത്ഥന കേട്ടതോട് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ തമ്പുരാൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും സഹവാസവും നമ്മോടും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടിയും അവിടുത്തെ 2ാം വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.